വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസൊക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് അത് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാൽ അറിയാം, ആ ഓഫീസിൽ ആരും നിൽക്കത്തില്ല. സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഞ്ചൂരിൽ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ യുവ അഭിഭാഷക JV ഷ്യാമിലി സീനിയർ അഭിഭാഷകൻ ബെയിൻസ് ദാസിനെതിരെ ബാർ കൌൺസിലിൽ പരാതി നൽകിയിരിക്കുകയാണ്. ബെയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഇതിനു മുമ്പും ബെയിലിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. 5 മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ഷ്യാമിലി വെളിപ്പെടുത്തി. സീനിയർ ആയതുകൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നത് എന്നും ഷ്യാമിലി പരാതിയിൽ പറയുന്നു. ഇന്നലെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. ഇന്നലെ തന്നെ നിരവധി തവണ മർദ്ദിച്ചു. 3ാമത്തെ അടിക്ക് ശേഷം ബോധം നഷ്ടപ്പെട്ടെന്നും ഷ്യാമിലി മാധ്യമങ്ങളോട് പറയുന്നു. ഒളിവിൽ പോയ ബെയിലിനായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മർദ്ദനമേറ്റ ഷ്യാമിലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കൈകൊണ്ടും നിലം തുടയ്ക്കുന്ന മോപ്പ് സ്റ്റിക്കുകൾ ഉപയോഗിച്ചുമൊക്കെയാണ് ഇയാൾ ഷ്യാമിലിയെ മർദ്ദിച്ചത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ഷ്യാമിലി. സഹപ്രവർത്തകർ നോക്കി നിൽക്കെയാണ് ബെയിലി യുവതിയെ മർദ്ദിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ഷ്യാമിലി പ്രസവം കഴിഞ്ഞ് 3 മാസം മുൻപാണ് തിരികെ ജോലിക്കായി എത്തിയത്. 3.5 വർഷമായി ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഷ്യാമിലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബെയിലി അറിയിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ച വിളിച്ച ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. തിരികെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഓഫീസിലെത്തിയെങ്കിലും ഇയാളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ തന്നെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ചതോടുകൂടി മുഖത്ത് തുരുതുര മർദ്ദിക്കുകയായിരുന്നു. അതേസമയം സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. പരാതിക്കാരിയായ അഭിഭാഷകയുടെ കവിളിൽ 2 തവണ അടിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയിൽ നിന്ന് നേരത്തെയും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന പരാതിയുടെ മൊഴിയും പോലീസ് ഗൌരവത്തിൽ എടുത്തിട്ടില്ലെന്നാണ് FIRൽ നിന്ന് വ്യക്തമാകുന്നത്. ഷ്യാമിലിയുടെ ഇടതു കവിളിൽ 2 തവണ ബെയിലി അതിക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമമായിരുന്നിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 74-നപ്പുറം ചുമത്തിയ മറ്റ് 2 വകുപ്പുകളും അങ്ങേയറ്റം ദുർബലമാണ്. നേരത്തെയും സമാനമായ രീതിയിലുള്ള അനുഭവം സീനിയർ അഭിഭാഷകനിൽ നിന്ന് ഉണ്ടായി എന്ന ജൂനിയർ അഭിഭാഷകയുടെ ആരോപണവും പോലീസ് കണക്കിലെടുത്തിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വഞ്ചൂർ പോലീസ് ജൂനിയർ അഭിഭാഷകയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തത്. പ്രതി ബെയിലി ദാസ് ഇപ്പോഴും ഒളിവിലാണ്. ഇടത് കവിളിൽ 2 തവണ അടിയേറ്റ് ഷ്യാമിലിക്ക് സംസാരിക്കുന്നതിനടക്കം പ്രയാസമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പാല് കുടിക്കുന്ന കുഞ്ഞുള്ളതിനാൽ വീട്ടിലേക്ക് വന്ന ഷ്യാമിലി ഇന്ന് വിദഗ്ധ ചികിത്സ തേടിയേക്കും. പോലീസിന് പുറമെ വനിതാ കമ്മീഷണറും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഷ്യാമിലിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക. വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് ആ ദേഷ്യത്തില്. അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാധനം തടയുവാണല്ലോ. പോകണ്ട സാർ, ഇപ്പോൾ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസൊക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് അത് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാൽ അറിയാം, ആ ഓഫീസിൽ ആരും നിൽക്കത്തില്ല. ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അല്ലാതെ ഇപ്പോൾ ഈ ഓഫീസിൽ ആരും നിൽക്കത്തില്ല എന്നുള്ള, കാരണം സാറിന്റെ ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇനി ഇതിനു മുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അറസ്റ്റ് ഇതിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സംഭവത്തെ കുറിച്ച് തുടക്കം പറയാമോ? എന്താണ് സംഭവിച്ചത്, എന്നാണ്, എങ്ങനെയാണ്? ഇന്ന് 12:30 ആണ് സംഭവം. ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ
ഫസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു വെക്കേഷൻ കോർട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. അപ്പോൾ ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക, വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്യാമിലോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ട്? മോശമായിട്ട് പെരുമാറുക ഇതാ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയുക. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യവുമില്ല, കാരണവുമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്നാൽ കുഴപ്പമില്ല. അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ്. തടയാനായിട്ടോ അങ്ങനെ ഇല്ല, ആരും തടയാനായിട്ട്. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് അന്ന് മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓഫീസിൽ 2-3 അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ 2-3 തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ വീണ്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം. ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്നതിന്റെ അത്രയും താഴ്ന്നു വിളിക്കും. എത്ര കാലമായിട്ട് ഈ അപേക്ഷ കൂടുതൽ ശ്യാമിലിയുണ്ട്? എത്ര കാലമായി വർക്ക് ചെയ്യുന്നു ഈ അപേക്ഷയോടൊപ്പം? 3 വർഷമായിട്ട്. ഞാൻ എൻറോൾ ചെയ്തത് മുതൽ സാറിന്റെ കൂടെ. എന്റെ അറിവില് ഞാനും ആ ജൂനിയറോ ഞാനും ഓഫീസിൽ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ? ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ സാറിനോട് പറഞ്ഞു, അത് കേട്ട പാതി കേൾക്കാത്ത പാതി സാർ എന്തിനു വിളിച്ച് ഓഫീസിൽ വരണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഈ കാര്യം ഞാൻ സാറിനോട് ചോദിച്ചു, സംസാരിച്ചു. ഇതാണ് അത് ആ പ്രശ്നം വിട്ടേക്ക്. ഇന്ന് മർദ്ദിച്ചു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ആ അടി കിട്ടിയതിന്റെ ഇതിൽ എനിക്ക് പിന്നെ ഡോക്ടറെ കാണിച്ചു, CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അടുത്ത നടപടി എന്താണ്? ഇതിനെതിരെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ബാർ കൗൺസിലിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുക്കും. മർദ്ദിക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ കണ്ടിരുന്നു. അവര് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് അവരാരും പിടിച്ചു മാറ്റാനൊന്നും വന്നില്ല. അതെ, ഒരിക്കലല്ല 2-3 പ്രാവശ്യം. എനിക്ക് പിന്നീട് ആദ്യത്തെ അടി കിട്ടിയപ്പോ തന്നെ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. കൈ കൊണ്ടടിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, സാർ എയർഫോഴ്സിലായിരുന്നു, പിന്നെ കടൽ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും 6 അടിയോളം പൊക്കമുണ്ട്, അത്രയും ആരോഗ്യവാനാണ്. ആ കൈ കൊണ്ട്